ശബരിമല സന്നിധാനത്തെ തിരക്കൊക്കെ നിയന്ത്രണ വിധേയമാണ്. ആദ്യത്തെ ഒരു ദിവസം നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞതാണല്ലേ, വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം കൺട്രോളാക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഈ വലിയ നടപ്പന്തൽ ഒന്ന് കാത്തു നിൽക്കണം. അതൊഴിച്ചാൽ ഈ കാനന വഴിയിൽ എവിടെയും നിലവിൽ തിരക്കൊന്നുമില്ല, എല്ലാം നിയന്ത്രണ വിധേയമാണ്. ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു തീർത്ഥാടനത്തെ ഒരു വിധത്തിലും ബാധിക്കില്ല എന്നാണ് ഭക്തർ ഓരോരുത്തരും പറയുന്നത്. സന്നിധാനത്ത് ഇന്നും തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് പ്രതീക്ഷിച്ചതിലും തിരക്ക് കുറവാണ് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. 18-ാം പടി സുഗമമായി കയറി ഓരോ ഭക്തരും സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. അതായത് ഇന്നലെ വരെ തീർത്ഥാടന കാലത്തിൽ മൊത്തം 6 ലക്ഷത്തോളം പേരാണ് ദർശനം നടത്തി മടങ്ങിയിട്ടുള്ളത്. ഇന്നലെ മാത്രം ഏകദേശം 75,000-ഓളം പേർ ദർശനം നടത്തി എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ സംബന്ധിച്ച് ഏകദേശം ഇന്നിപ്പോൾ രാവിലെ മാത്രം ഏകദേശം 30,000-നടുത്ത് അയ്യപ്പന്മാർ സന്നിധാനത്തെത്തി ദർശനം നടത്തിയിട്ടുണ്ട്. നമുക്ക് ആ ഫ്ലൈ ഓവറിലെ കാഴ്ചകളൊക്കെ കാണാം. ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ലൈ ഓവറുകളാണ് നമുക്ക് പലയിടത്തും കാണാൻ കഴിയുന്നത്. അത് കൃത്യമായിട്ടുള്ള നിയന്ത്രണത്തോടു കൂടി നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സ്പോട്ട് ബുക്കിങ്ങിലെ ആ നിയന്ത്രണം വന്നതോടു കൂടി തന്നെയാണ് തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം നിലയ്ക്കലിലെയും അതുപോലെ തന്നെ പമ്പയിലെയും ഒക്കെ തിരക്കുകൾ പരിഗണിച്ചായിരിക്കും ഒരുപക്ഷെ സ്പോട്ട് ബുക്കിങ്ങിന്റെ എണ്ണത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ്. സ്വാമി, എങ്ങനെ ഉണ്ടായിരുന്നു മലകയറ്റം? മലകയറ്റം നന്നായിരുന്നു, കുഴപ്പമൊന്നുണ്ടായിരുന്നു. മഴ പെയ്തായിരുന്നു? ഇല്ല, ചെറിയൊരു ചാറലുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? സുഖമായിട്ട് കയറിയോ? മലകയറ്റം എങ്ങനെ ഉണ്ടായിരുന്നു? പോയി നന്നായി കഴിഞ്ഞു. എന്തായാലും ഭക്തരുടെ പ്രതികരണത്തിൽ നിന്നും അവരുടെ മുഖത്ത് നിന്നും നമുക്ക് ആ സന്തോഷം വ്യക്തമാണ്. സുഗമമായിട്ട് അവർ മല ചവിട്ടി വന്ന് അയ്യപ്പനെ കാണാൻ വേണ്ടി തയ്യാറാവുകയാണ്. എന്തായാലും മഴ മാത്രമാണ് ഇന്ന് സന്നിധാനത്തുള്ള ഒരു ആശങ്ക. മഴ കൂടി മാറി നിന്ന് കഴിഞ്ഞാൽ എല്ലാം ശാന്തമാണ്. സന്നിധാനത്ത് സ്ഥിതി പൂർണ്ണ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.